കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡോക്ടർ ശശി തരൂർ എംപിയുടെ പ്രശംസ. മോദിയുടെ അമേരിക്കൻ സന്ദർശനം ഗുണകരവും പ്രതീക്ഷാ നിർഭരവുമാണെന്ന് ശശി തരൂർ പറഞ്ഞു. മറ്റുള്ളവരെ പ്രശംസിക്കാൻ മടി കാണിക്കുന്ന ഡൊണാൾഡ് ട്രംപ് മോദിയെ തന്നേക്കാൾ മികച്ച നെഗോഷിയേറ്റർ എന്ന് വിശേഷിപ്പിച്ചത് സന്തോഷം നൽകുന്ന കാര്യമാണെന്നും ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. Well, so far I must say that what we've seen from the press statements by both the Prime Minister and by President Trump are very encouraging because it looks like some of the big concerns we all had have been addressed. For example, on the question of trade and tariffs, they've decided to sit down together and do a serious negotiation that will conclude by the fall, which is the autumn, September, October of this year. I think that's a very good outcome, a very constructive discussion, because it looks to me as if we have got pretty much all that we could have expected at this time, as I said, except for an assurance on the way in which our migrants are being sent back. Yesterday, the Defense Secretary of the US had said that Mr. Trump is the greatest negotiator in the world, and here Mr. Trump says Mr. Modi is better than him. So I think we are looking at a very high degree of praise from a man who is not known for saying praiseworthy things. So this is good news. ശശി തരൂരിന്റെ നിലപാടുകളെ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും തള്ളുകയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഒരു BJP നേതാവ് അല്ലെങ്കിൽ ഒരു BJPയുടെ കേന്ദ്രമന്ത്രിയോ MPയോ ഒക്കെ പറയുന്ന അതിന് തുല്യമായ വാക്കുകളാണ് ശശി തരൂർ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അമേരിക്കൻ യാത്രയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരിക്കലും സ്വീകാര്യമാവില്ല. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് വക്താക്കളൊക്കെ യാത്രയെ വിമർശിച്ചിട്ടുണ്ട്. വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉന്നയിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് തരൂർ ഈ വിഷയത്തിൽ മോദിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നത്. എന്താണ് ഹൈക്കമാൻഡിന്റെ ഈ വിഷയത്തിലെ പ്രതികരണങ്ങൾ? എങ്ങനെയായിരിക്കും ഇതിനോട് കോൺഗ്രസ് നേതൃത്വം ഇനി അടുത്ത മണിക്കൂറുകളിൽ പ്രതികരിക്കുക? വിജയകുമാർ, വീണ്ടും ഒരിക്കൽ കൂടി ശശി തരൂർ MP കോൺഗ്രസ് നേതൃത്വത്തെ ഹൈക്കമാൻഡിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനെതിരെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് US-ലുള്ള അനധികൃത ഇന്ത്യക്കാരെ മടക്കി അയക്കുന്നത് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ചോദ്യം ചെയ്തത്. ഒപ്പം തന്നെ ഈ വിഷയങ്ങളിൽ തുടർച്ചയായ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ശശി തരൂർ MP രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സന്ദർശനം ഒരു വലിയ വിജയമാണ് എന്നാണ് അദ്ദേഹം വിലയിരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഒട്ടേറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ സന്ദർശനത്തിലൂടെ കഴിഞ്ഞു എന്നും വളരെ പോസിറ്റീവായാണ് ഈ സന്ദർശനത്തെ കാണേണ്ടത് എന്നും അദ്ദേഹം പറയുന്നതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി കൂടി പുകഴ്ത്തുകയാണ് ശശി തരൂർ MP. എന്നാൽ ഈ ഒരു നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇതിൽ പരസ്യമായ പ്രതികരണത്തിനില്ല എന്ന നിലപാടാണ് ഭൂരിഭാഗം നേതാക്കളും സ്വീകരിക്കുന്നത്. അതേസമയം ശശി തരൂർ MP പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നും അത് കോൺഗ്രസിൻ്റെ നിലപാടല്ല എന്നുമാണ് നേതാക്കൾ നൽകുന്ന വിശദീകരണം എന്നുള്ളത്. പരസ്യമായി അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ വാർത്താ സമ്മേളനം വിളിക്കാനോ മറ്റോ നേതാക്കൾ തയ്യാറാകുന്നില്ല എങ്കിൽ പോലും ശശി തരൂരിനെ കൃത്യമായി തന്നെ ഇക്കാര്യത്തിലുള്ള അതൃപ്തി അറിയിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തുടർച്ചയായി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം നേരത്തെയും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഘട്ടത്തിലും കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ തള്ളുകയും അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിലും ഇത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ശശി തരൂരിൻ്റെ എന്നാണ് നേതാക്കൾ വിശദീകരിക്കുന്നത് എങ്കിൽ പോലും വിദേശ നയം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുൻ വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ കൂടി ശശി തരൂർ മോദി സർക്കാരിനെ പ്രകീർത്തിക്കുമ്പോൾ അത് കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വിജയകുമാർ. ബൽറാം സൂചിപ്പിച്ചതുപോലെ ഇതാദ്യമല്ല തരൂർ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. BJP സർക്കാരിന്റെ വിദേശ നയത്തെ ഏതാണ്ട് പൂർണ്ണമായും ശശി തരൂർ പിന്തുണയ്ക്കുകയാണ്. നേരത്തെയും അത്തരം പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കുറെ കൂടി BJPക്ക് സ്വീകാര്യമായ വാക്കുകൾ ഉപയോഗിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ യാത്രയെ തരൂർ പിന്തുണച്ചിരിക്കുന്നത്, പ്രശംസിച്ചിരിക്കുന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാകുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.